എന്തായാലും ഈ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷം അന്ന് രാത്രി തന്നെ ഏതാണ്ട് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യുഎഇയിലേക്ക് എത്താം എന്നുള്ള കാര്യം തീരുമാനിച്ചിരുന്നു. അതിന് പലതരത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും നയതന്ത്ര മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം ഇന്ത്യ നടത്തും എന്ന് പ്രതീക്ഷിച്ചിരിക്കെ, അല്ലെങ്കിൽ അത്തരത്തിലൊരു അപ്പർ ഹാൻഡ് ഇന്ത്യക്ക് കിട്ടുമെന്നിരിക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടത് പാകിസ്ഥാനാണ്. പാകിസ്ഥാന്റെ ഇടപെടലിലൂടെ ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടാകുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ അത് വലിയ തോതിൽ ചർച്ചയാകുന്നു. ഇന്ത്യക്ക് ഇടപെടാനുള്ള ഒരു വിഷയം ഇരിക്കെ അത് പാകിസ്ഥാൻ അത്തരത്തിലൊരു കാര്യത്തിൽ ഇടപെടുന്നു. അങ്ങനെ അതിനകത്തൊരു സമവായം വരുന്നു. വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടാകുന്നതൊക്കെ ചർച്ചയായിരിക്കെ കൂടിയാണ് അദ്ദേഹം യുഎഇയിലേക്ക് എത്തിയത്. നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം യുഎഇയുടെ വിദേശകാര്യ മന്ത്രിയുമായി ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഈ ഊർജ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം, ഒപ്പം തന്നെ ഈ ഇന്ത്യക്കാർക്ക് അങ്ങോട്ടും ഒപ്പം തന്നെ യുഎഇയിലേക്ക് വരാനും യുഎഇയിൽ നിന്ന് തിരിച്ചങ്ങോട്ടും പോകാനുള്ള വിമാന സർവീസുകളുമായി ബന്ധപ്പെട്ട് ഒരു ഗ്ലോബൽ മൊബിലിറ്റിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹം ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ ഒരു സോഴ്സിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇത്തരത്തിൽ എങ്ങനെയാണ് പല കരാറുകളും ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നത് വളരെ നിർണായകമായിട്ട് മാറും. പ്രത്യേകിച്ച് ഈ യുഎഇയുമായി ബന്ധപ്പെട്ട് ഈ യുഎഇ പ്രസിഡന്റ് ഒരു 3 മണിക്കൂർ സന്ദർശനം, ഒരു മിന്നൽ സന്ദർശനം ഇന്ത്യയിലേക്ക് നടത്തുകയും അവിടെ വെച്ച് പല സുപ്രധാനമായിട്ടുള്ള കരാറുകളും അതിനെപ്പറ്റി സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു സംഘർഷം മേഖലയിൽ ഉണ്ടാവുകയും ഏതാണ്ട് 10-40 ദിവസത്തോളം ആ സംഘർഷം നീണ്ടു നിൽക്കുകയും ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരുന്ന ഈ കരാറുകൾ ഇനി ഏത് തരത്തിൽ നടപ്പിലാക്കും എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് യുഎഇയുടെ സമ്പദ് വ്യവസ്ഥയും ഒപ്പം തന്നെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയും നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ പരിപാടിയിൽ യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹിയാനും ഒപ്പം തന്നെ ദുബായ് ഭരണാധികാരിയായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂമും ഒക്കെയായി ചർച്ച നടത്തും എന്നുള്ളത് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ആ കൂടിക്കാഴ്ചകൾ ഇന്ന് നടക്കുമെന്നാണ് മനസ്സിലാവുന്നത്. അദ്ദേഹം ഇന്നുകൂടി ഈ യുഎഇയിൽ ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് രണ്ട് തരത്തിലും ഇന്ത്യയുടെ ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, ഒപ്പം തന്നെ ഏതെങ്കിലും നിലയ്ക്ക് ഇന്ത്യക്ക് ഒരു കോട്ടം ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളത് കൂടി ഈ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷമാകും ഈ ദുബായ് ഭരണാധികാരിയും ഒപ്പം തന്നെ യുഎഇ പ്രസിഡന്റിനെയും ഒക്കെ കാണുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ എന്തായാലും ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുമായിട്ട് ഒരു യോഗം അദ്ദേഹം ചേർന്നിട്ടുണ്ട്. അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്.